ആ കേരളത്തിൽ എല്ലായിടത്തും ഇതുണ്ട്. എസ് ഡി പി യുമായി എൽ ഡി എഫിന് നല്ല ബന്ധം. എസ് ഡി പി മാത്രമല്ല BJP യുമായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഇതിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ UDF ഭരണത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് CPM ഉം SDP യും കൂടിയാണ്. അതേ ജില്ലയിൽ അപ്പുറത്ത് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ UDFനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് LDF ഉം BJP യും കൂടിയാണ്. ഇപ്പോഴും തെക്കൻ ജില്ലകളിൽ പലയിടത്തും കൃത്യമായി SDP യുമായി ബന്ധമുണ്ട് LDFന്. അത് നിങ്ങൾ കാണൂല. എനിക്കറിഞ്ഞൂടെ, അവരോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ പ്രകടനം നടത്തിയാൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ ലീഗ് പ്രകടനം നടത്തിയാൽ എന്നോട് ചോദിക്കാം. SDP പ്രകടനം നടത്തി ഞാനെങ്ങനെ അറിയാനാ? യാതൊരു ബന്ധമില്ലാത്ത പാർട്ടിയാണ്. അല്ല, പ്രതിഷേധത്തിനും പ്രകടനം നടത്തിക്കൂടെ? സന്തോഷം കൊണ്ട് മാത്രം പ്രകടനം നടത്തുക. ഇന്നിപ്പോൾ ഞങ്ങളെ STU പ്രകടനം നടത്തി സന്തോഷം കൊണ്ടാ? പ്രതിഷേധം കൊണ്ടാ? അല്ല, അങ്ങനെയല്ല. നിങ്ങളെ കണക്കുകൂട്ടലുകളും കാഴ്ചപ്പാടുകളൊന്നും മാറണം. സന്തോഷം കൊണ്ട് മാത്രമല്ല പ്രകടനം നടത്തുക. പ്രതിഷേധത്തിൽ നടത്തും, പ്രതികാരത്തിൽ നടത്തും, സങ്കടം കൊണ്ട് നടത്തും, വ്യസനം കൊണ്ട് നടത്തും, ഒക്കെ നടത്തും. അനുശോചന പ്രകടനങ്ങളൊക്കെ നടത്താറില്ല. ആരെങ്കിലും മരിച്ചാൽ കറുത്ത കൊടിയൊക്കെ പിടിച്ച്, അതൊക്കെ സന്തോഷം കൊണ്ടാണ്. മരിച്ചതിലുള്ള സന്തോഷമാണ്. എന്നോട് ചോദിക്കുമ്പോൾ പഠിച്ചിട്ട് ചോദിക്കും. എന്താ പറഞ്ഞു? അല്ല, UDF പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അൻവറിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞു അല്ലേ? എന്തായാലും കുഴപ്പമുള്ളത് ഡിലേ ഒന്നുമില്ല. സഹകരിച്ചല്ലേ പോകുന്നത്, പ്രശ്നമില്ല, കുഴപ്പമൊന്നുമില്ല. അതിന് മുമ്പ് ഞാൻ ഇടതുപക്ഷത്തുണ്ടാകുമ്പോൾ അതിനും നന്നായി പ്രസംഗിച്ചിരുന്നു. അയാൾ നിങ്ങൾ കേട്ടില്ലേ? 10-18 കൊല്ലം ഞാൻ പ്രസംഗിച്ച് നിങ്ങൾക്ക് കേട്ടില്ല. അതല്ല, ആ വോയിസ് ആയിട്ട് എൻ്റെ അടുത്ത് വാ, ഞാൻ പറഞ്ഞുതരാം. മുഴുവൻ കേട്ടിട്ട് പറയണം. അതിന് ഒരക്ഷരം എടുത്തിട്ട് പറയരുത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു പത്രസ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ മാന്യത കാണിക്കണം. വോയിസാണ്, ആ വോയിസ് കൊണ്ടുപോകാൻ ഞാൻ കാണിച്ചു തരാം. ആ വോയിസ് പൂർണ്ണമായിട്ട് ഇവിടെ കേൾപ്പിക്കുക, എല്ലാവരും കേൾക്കട്ടെ, എന്നിട്ട് പറ. അല്ല, അങ്ങനെയല്ല. നീ അത് കൊണ്ടുവാ, ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരും കേൾപ്പിക്കും. വേനെന്തിന് ആരെങ്കിലും എന്തെങ്കിലും തരുമെന്ന് കരുതിയിട്ട് എന്തെങ്കിലും ചോദിക്കാം കൂലിക്ക്. അപ്പോൾ കൊല്ലത്ത് മുകേഷ് ഇറങ്ങിയിട്ടുണ്ടല്ലോ LDFന് വേണ്ടി. രാഹുലിൻ്റെ പേരിൽ ഒരു കേസ് ചാർജ് ചെയ്തിട്ടില്ല. ഒരു പ്രതി എന്നെ ഉപദ്രവിച്ചു പറഞ്ഞ കേസില്ല. മുകേഷിൻ്റെ പേരിൽ FIR ഉണ്ട്, കേസ് അന്വേഷണം ചെയ്തിട്ടുണ്ട്, ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അയാളിപ്പോഴും പാർട്ടിയിലുമുണ്ട്. മറ്റു കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ട്. അല്ലല്ല, കാലികമായ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ലേ എല്ലാ കാലത്തും മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിക്കലുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നടപടിക്രമങ്ങളും നിലപാടുകളൊക്കെ എല്ലാവരും എല്ലാ കാലത്തും അംഗീകരിക്കും. പെട്ടെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് വിഷമം തോന്നും, പിന്നീട് അതാണ് ശരി എന്ന് സമ്മതിച്ച് പോകാറുണ്ട്. അത് ആ സമയത്തേ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആലോചന അത് കഴിഞ്ഞതിന് ശേഷം മറ്റേ ആലോചനയിലേക്ക് കിടക്കും. ഇതിൻ്റെ റിസൾട്ട് കൂടി ഒന്ന് വിലയിരുത്തണ്ടേ? മുസ്ലിം ലീഗ് തെക്കൻ കേരളത്തിൽ നിയമസഭയിലേക്ക് അടക്കം പ്രാതിനിധ്യം
ഉണ്ടായിരുന്നു. പിന്നീട് അത് ഘട്ടം ഘട്ടമായി അതില്ലാതെയായി. ഇപ്പോൾ 5 ജില്ലാ പഞ്ചായത്ത്, എന്തായാലും പഞ്ചായത്ത് വാർഡുകളുണ്ടെങ്കിലും ബ്ലോക്ക് മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ പോലും ജില്ലാ പഞ്ചായത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഡിവിഷനാണ്. 5 ജില്ലാ പഞ്ചായത്തുകൾ ഒരിടത്ത് പോലും ലീഗിൽ മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥി ഇല്ലാതെ ആവുക എന്ന് പറയുന്നത് ആ സംഘടനാപരമായി തന്നെ മുസ്ലിം ലീഗിന് അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടില്ല, ഇപ്പോഴും പുതുതായിട്ടില്ല. നിങ്ങളൊക്കെ ഇപ്പോഴാണ് ഈ പിന്നെ ജേർണലിസം മേഖലയിലേക്ക് വന്നത്, അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഉണ്ടായിട്ടില്ല. കിട്ടിയത് തന്നെ 1-2 ജില്ലകളിൽ കിട്ടിയത് തന്നെ ഞങ്ങൾ മടക്കി കൊടുക്കുക ചെയ്തത്. അല്ല, ഈ ജില്ലകളൊക്കെ പത്തനംതിട്ടയിൽ, അതുപോലെ പിന്നെ ഇടുക്കിയിൽ, ആലപ്പുഴയിൽ, ഇവിടെ ഒന്നും ഞങ്ങൾ പണ്ട് മത്സരിച്ചില്ല. നേരത്തെ 2, 3, 4 പിന്നെ ടേമിന് മുമ്പ് മത്സരിച്ചിട്ടുണ്ടാകാം. ചിലയിടത്ത് ഞങ്ങൾക്ക് തന്നത് തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ തവണ മത്സരിക്കാത്ത തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കണിയാപുരം ഡിവിഷൻ മുസ്ലിം ലീഗാണ് മത്സരിക്കണം.